നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് പ്രയത്നിക്കാറുണ്ട്. ചിലപ്പോൾ അത് മാസങ്ങളായിരിക്കാം, വർഷങ്ങളായിരിക്കാം. എന്നിട്ടും നമുക്കത് സാധിച്ചു കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിയുമ്പോൾ പലർക്കും മനസ്സ് മടുത്ത് അവർ ആ ഒരു പ്രയത്നിക്കുന്നത് തന്നെ വിട്ടുകളയാറുണ്ട്. ചിലർക്ക് ഈശ്വരനോടുള്ള വിശ്വാസം പോലും പോകാറുണ്ട് അവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടാതിരിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടാതിരിക്കുന്നതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ആ ഒരു റീസൺ കൊണ്ട് ഈശ്വരനോട് വിശ്വാസമില്ലാതാകേണ്ട ഒരു കാര്യവുമില്ല. അതുപോലെ നമ്മൾ ഒരുപാട് പ്രയത്നിച്ചിട്ട് നടക്കാത്ത ചില കാര്യങ്ങളുണ്ടായിരിക്കും. നമ്മൾ ഇനി അത് സാധിച്ചു കിട്ടില്ല എന്ന് തന്നെ മനസ്സിൽ വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി ശിവഭഗവാന്റെ ഒരു നാമം ചൊല്ലുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു നാമം ചൊല്ലുന്നതിന് പ്രത്യേക ദിവസമുണ്ട്. ആ ഒരു ദിവസം തന്നെയാണ് ചൊല്ലേണ്ടത്. ആ ഒരു ദിവസമാണ് ഇത് ചൊല്ലേണ്ടത്. ഏതൊരു ദിവസവും ഏതൊരു നാമവും ചൊല്ലാമെന്നുണ്ടെങ്കിലും ചില പ്രത്യേക ദിവസങ്ങളിൽ ചൊല്ലുമ്പോൾ അതിന് കൂടുതൽ ഫലം ലഭിക്കും. അപ്പോൾ ഈ ഒരു നാമം ചൊല്ലേണ്ടത് പ്രദോഷ ദിവസം, പ്രദോഷ സന്ധ്യയിൽ ചൊല്ലിയാൽ വളരെ നല്ലതാണ്. പ്രദോഷ ദിവസത്തിലെ പ്രദോഷ സന്ധ്യയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്രാവശ്യം പ്രദോഷം വരുന്നത് നാളെ ജൂലൈ 26 ഞായറാഴ്ചയാണ്. ഇപ്പോൾ നാളെ പ്രദോഷത്തിന് മാത്രമല്ല, മാസത്തിൽ 2 പ്രദോഷമാണ് വരാറുള്ളത്. ഏതൊരു പ്രദോഷത്തിലും ഈ ഒരു നാമം ചൊല്ലാവുന്നതാണ്. ഈ ഒരു നാമം ചൊല്ലുന്നത് വഴി നമുക്ക് എപ്പോഴും ഈശ്വരാനുഗ്രഹം ഉണ്ടായിരിക്കും. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കഷ്ടങ്ങൾ എപ്പോഴും അനുഭവിക്കേണ്ടി വരില്ല. നമ്മുടെ ഗ്രഹനില കൊണ്ടൊക്കെ തന്നെ ചില കഷ്ടങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ തന്നെ നീങ്ങിക്കിട്ടുകയും ചെയ്യും. ഇനി നാമം എന്താണ്, എത്ര തവണയാണ് ഇത് ചൊല്ലേണ്ടത് എന്ന് നോക്കാം. നാമം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു നാമമാണ്, എന്നാൽ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു നാമം കൂടിയാണ്. വങ് ശിവയ നമ, ഇതാണ് നാമം. വങ് ശിവയ നമ ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇനി ഇത് ചൊല്ലേണ്ടത് 1008 തവണയാണ് ചൊല്ലേണ്ടത്. ദീപം കൊളുത്തി വെച്ച് ചൊല്ലാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഒരു ദീപം കൊളുത്തി വെച്ച് ചൊല്ലാവുന്നതാണ്. അതായത് നമ്മളിപ്പോൾ പ്രദോഷ സന്ധ്യയിലാണ് ചൊല്ലുന്നതെങ്കിൽ ഒരു ദീപം കൊളുത്തി വെച്ച് തന്നെ ചൊല്ലണം. അതല്ല, പ്രദോഷ സന്ധ്യയിൽ ചൊല്ലാൻ സാധിക്കാത്തവരാണെങ്കിൽ പ്രദോഷ ദിവസം, അതായത് ത്രയോദശി തിഥി സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് നമ്മൾ പ്രദോഷമായിട്ട് അനുഷ്ഠിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു ത്രയോദശി തിഥി തീരുന്നതിന് മുൻപായിട്ട് നമുക്കിത് ചൊല്ലാവുന്നതാണ്. ഏറ്റവും നല്ലതും വളരെ പെട്ടെന്ന് നമ്മുടെ പ്രാർത്ഥന സാധിച്ചു കിട്ടുന്നതും പ്രദോഷ ദിവസം പ്രദോഷ സന്ധ്യയിൽ ചൊല്ലുന്നതാണ്. പ്രദോഷ സന്ധ്യ എന്ന് പറയുമ്പോൾ വൈകുന്നേരം 4:30 മണി മുതൽ 6 മണി വരെയും 6 മണി മുതൽ 7 മണി വരെയുമുള്ള സമയം. ഈ ഒരു സമയമാണ് ഏറ്റവും നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 9 മണിക്കുള്ളിലായിട്ട് ഇത് ചൊല്ലി തീർക്കാവുന്നതാണ്. ഇത് 1008 തവണയാണ് ചൊല്ലേണ്ടത്, 1008 ടൈംസ്. ഇനി എത്ര പ്രദോഷങ്ങളിലാണ് ചൊല്ലേണ്ടതെന്ന് പറഞ്ഞാൽ കുറഞ്ഞത് 3 പ്രദോഷത്തിൽ ചൊല്ലണം. ആദ്യത്തെ പ്രദോഷത്തിൽ നമ്മൾ 1008 തവണ ഇത് ചൊല്ലിക്കഴിയുമ്പോൾ തന്നെ നമ്മുടെ പ്രാർത്ഥന സാധിച്ചു കിട്ടും. ഇനിയിപ്പോൾ സാധിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും 3 പ്രദോഷം ആകുമ്പോഴേക്കും നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ ഒരു സൂചനയോ, അത് സാധിച്ചു കിട്ടുന്നതിൻ്റെ സൂചനയോ, അല്ലെങ്കിൽ അത് സാധിച്ചു കിട്ടുകയോ ചെയ്യും. ആദ്യത്തെ പ്രാവശ്യം ചൊല്ലി സാധിച്ചു കിട്ടിയാലും നിങ്ങൾ 3 പ്രദോഷങ്ങളിൽ ഈ ഒരു നാമം മുടങ്ങാതെ ചൊല്ലുകയും വേണം. അപ്പോൾ ആഗ്രഹം സാധിച്ചു, അതുകൊണ്ട് ഇനി ചൊല്ലണ്ട എന്ന് കരുതി നിർത്തരുത്. 3 പ്രദോഷങ്ങളിലാണ് നമ്മളിത് 1008 തവണ വീതം ചൊല്ലേണ്ടത്. മറ്റ് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. റെസ്ട്രിക്ഷൻസ് ഇല്ല എന്ന് പറയുമ്പോൾ വ്രതം എടുക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഞാനിവിടെ മീൻ ചെയ്തത്. നോൺ വെജ് ഭക്ഷണം കഴിക്കരുത്, പീരിയഡ്സ് ടൈമിൽ ചൊല്ലരുത്, പുലവാലായ്മയുള്ളപ്പോഴും ഇത് ചൊല്ലാൻ പാടില്ല. ഇത് ചൊല്ലുന്ന ദിവസം മുഴുവൻ നോൺ വെജ് ഭക്ഷണം കഴിക്കരുത്. ചൊല്ലിയതിന് ശേഷം കഴിക്കാമോ എന്നൊക്കെ ചിലർ ചോദിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ആ ഒരു ദിവസം ശുദ്ധമായി വേണം നമ്മൾ ഈ ഒരു നാമം ചൊല്ലേണ്ടത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കുമല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ ഒരു കാര്യം സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്നും നമ്മളും ചില കാര്യങ്ങളൊക്കെ തന്നെ, ഇപ്പോൾ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ അതൊക്കെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നാമം ചൊല്ലണം. ഇത് പ്രദോഷ ദിവസം പ്രദോഷ സന്ധ്യയിൽ ചെയ്യേണ്ട വഴിപാടാണ്. ഇനി മറ്റൊരു വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ വഴിപാടെന്ന് പറയുന്നത് ഒരു ദാനമാണ്. അത് പ്രദോഷ ദിവസമാണ് ചെയ്യേണ്ടത്. പ്രദോഷ സന്ധ്യയിൽ ചെയ്യണമെന്നില്ല, പകൽ സമയത്ത് ചെയ്യാവുന്നതാണ്.
വെജിറ്റബിൾസും ഫ്രൂട്ട്സും അല്ലെങ്കിൽ വെജിറ്റബിൾസും മാത്രം ദാനം ചെയ്യുക എന്നുള്ളതാണ്. ഇതുകൊണ്ട് എന്താണ് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദോഷങ്ങൾ നമുക്ക് മാറിക്കിട്ടും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ദാനം കൊടുക്കുമ്പോൾ അതൊക്കെ വാങ്ങാൻ ബുദ്ധിമുട്ടുന്നവർക്ക് വേണം ഇതൊക്കെ തന്നെ ദാനമായി കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെതായിട്ടുള്ള നല്ല ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. വെജിറ്റബിൾ വാങ്ങാനും ഫ്രൂട്ട്സ് വാങ്ങാനും ഒക്കെ കഴിവുള്ള ഒരാൾക്ക് നമ്മൾ വീണ്ടും കൊടുക്കുന്നത് ദാനം എന്നല്ല അതിന് പേര്. അതുകൊണ്ട് ഈ വസ്തുക്കൾ വാങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുന്ന ഏതെങ്കിലും കുടുംബമുണ്ടെങ്കിൽ അവരെ തേടിപ്പിടിച്ച് അവർക്ക് വേണം വാങ്ങിക്കൊടുക്കേണ്ടത്. ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. ദാനം ചെയ്യുമ്പോൾ അത് അന്നദാനമാണെങ്കിലും വസ്ത്രദാനമാണെങ്കിലും ബുദ്ധിമുട്ടുന്നവർക്ക് കൊടുത്താൽ മാത്രമേ നമുക്കതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ. ഇതൊക്കെ വാങ്ങാനുള്ള പണമുള്ളവർക്ക് നമ്മൾ വീണ്ടും വീണ്ടും എന്ത് കൊടുത്താലും നമ്മൾ ദാനം ചെയ്ത പുണ്യം നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണം ഇതുപോലെയുള്ള പരിഹാരങ്ങൾ, അതായത് നമ്മൾ ഈ പ്രദോഷത്തിൽ ദാനം ചെയ്യുമ്പോൾ നമ്മുടെ ദോഷങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറിക്കിട്ടും. അതിനുവേണ്ടി നമ്മൾ ദാനം ചെയ്യുമ്പോൾ അത് അർഹതപ്പെട്ടവന് ആയിരിക്കണം അത് കൊടുക്കേണ്ടത് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഭാഗ്യവും യോഗവും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യാൻ സാധിക്കുന്നവർ ചെയ്യുക. കാരണം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. നിങ്ങളുടെ സാഹചര്യം എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇത് രണ്ടും ചെയ്യണമെന്നുള്ളവർക്ക് പ്രദോഷത്തിൽ ഇത് രണ്ടും ചെയ്യാവുന്നതാണ് എന്ന് മാത്രം. ഈ മൂന്നാമത്തെ വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ആദ്യം പറഞ്ഞ വഴിപാടുകളൊന്നും ചെയ്യാൻ സാധിക്കാത്തവരാണെങ്കിൽ ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ്. നമ്മൾ വാരാഹി ദേവിക്ക് തേങ്ങാ ദീപം കൊളുത്താറുണ്ട്. അതുപോലെ തന്നെ ത്രയോദശി സന്ധ്യയിൽ തേങ്ങാ ദീപം കൊളുത്തി നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. തേങ്ങാ ദീപം കൊളുത്തി ഭഗവാന്റെ ഒരു നാമം എടുത്ത് അത് ഒരു 108 തവണയാണ് ചൊല്ലേണ്ടത്. അപ്പോൾ ഭഗവാന്റെ ഒരു നാമം എന്ന് പറയുമ്പോൾ ഏതൊരു നാമവും നമുക്കെടുക്കാം. നമഃശിവായ ചൊല്ലുന്നവരാണെങ്കിൽ നമഃശിവായ ചൊല്ലാവുന്നതാണ്. അല്ലെങ്കിൽ ഹര ഹര മഹാദേവായ ശിവശംഭു ശിവശംഭു, അങ്ങനെ നമുക്കറിയാവുന്ന ഒരു ഒറ്റവരി നാമം. ഞാൻ പ്രത്യേകമായിട്ട് ഒരു നാമം പറയുന്നില്ല. നമഃശിവായാണ് എല്ലാവരും ചൊല്ലാറുള്ളത്, അതുകൊണ്ട് അത് ചൊല്ലിയാൽ മതി. അതൊരു 108 തവണ ആ തേങ്ങാ ദൈവത്തിന് മുന്നിലിരുന്ന് ചൊല്ലി എന്താണോ നമ്മുടെ പ്രാർത്ഥന അത് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങാ ദീപം ഇങ്ങനെ കൊളുത്തുന്നത് വഴി അതിൻ്റെ ബെനിഫിറ്റ്സ്, ഇപ്പോൾ ഏതൊരു ദീപത്തിനും അതിൻ്റേതായിട്ടുള്ള ഓരോ ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കുമല്ലോ. തേങ്ങാദീപം ത്രയോദശി സന്ധ്യയിൽ കൊളുത്തുമ്പോൾ നമുക്ക് ഏതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ കടങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം, വരുമാനമില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് അതാണ് അവരുടെ പ്രോബ്ലം. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ അവർക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഈശ്വരൻ നമ്മുടെ കയ്യിൽ പണമൊന്നും കൊണ്ടുവന്ന് തരില്ല. നമുക്ക് അവസരങ്ങൾ ഈശ്വരൻ തുറന്നു തരും. ആ അവസരങ്ങൾ, അതായത് പാതകൾ, പുതിയ പുതിയ വഴികൾ നമുക്ക് തുറന്നു തരും. ഈശ്വരൻ തുറന്നു തരുന്ന അവസരങ്ങൾ നമ്മൾ വേണ്ട വിധം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒരു വാഴയിലയോ പ്ലേറ്റോ എടുത്ത് അതിൽ കുറച്ച് പച്ചരി ഇട്ട് ഒരു തേങ്ങ രണ്ടായി മുറിച്ച് 2 മുറിയിലും നെയ്യ് ഒഴിച്ചാണ് കൊളുത്തേണ്ടത്. ഡയറക്ഷൻ ഈസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റിലേക്ക് നോക്കി വെക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.